ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു സിപ്പ് അറ്റാച്ച് ചെയ്ത് ഒരു പേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. Hi friends, welcome back to my channel Your Crochet. ഈ പേഴ്സിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ യാണാണ്. ഞാനിവിടെ പോളിസ്റ്റർ യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 തരം ഹുക്ക് വേണം. ഒന്ന് നമുക്ക് സിബുമ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തിന്നായിട്ടുള്ള ഹുക്കും, മറ്റേത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് യാണാണോ അതിൻ്റെ പാകത്തിനുള്ള ഹുക്ക്. നമ്മൾ ആദ്യം തന്നെ സിബിന് ചുറ്റുമാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പേസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സിബ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ താഴോട്ട് വർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ഹുക്ക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് സിബിൽ ഇതുപോലെ ഹോൾസ് ചെയ്യാൻ പാകത്തിനാണ്. കാരണം ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഹുക്കാവുമ്പോൾ ഇതിലുപോലെ നമുക്ക് പിയേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സ്ലിപ്പ് നോട്ട് ഒന്നും ചെയ്തിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ ആണ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഈ യാൺ വലിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അതിനൊന്ന് പിടിച്ചു വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം ചെയിൻ 1, തൊട്ടടുത്ത് തന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ടിങ് ഇച്ചിരി പാടായിരിക്കും, കാരണം ആ യാൺ ഈ ഹുക്കിൽ കൂടെ പോരാൻ പാടായിരിക്കും. നമ്മൾ ചെറിയ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഈക്വലി സ്പേസ് ചെയ്ത സിംഗിൾ ക്രോഷ്യേസ് അറ്റം വരെ എത്തുന്ന വരെ സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. എൻഡ് വരെ ഈ ഒരു രീതിയിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ സ്പേസ് ചെയ്ത് സിംഗിൾ ക്രോഷ്യേസ് വർക്ക് ചെയ്യാം. എൻഡ് വരെ എത്തി. ഇനി ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ചെയിൻസ്. ഇനി വീണ്ടും ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡിലും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഹുക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹുക്ക് വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം. ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ എത്ര സ്റ്റിച്ചസ് ചെയ്തോ അത്രയും തന്നെ ചെയ്ത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ചെയിൻ 5 ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത്രയും തന്നെ ചെയിൻസ് ചെയ്ത് അടുത്ത സൈഡിലേക്ക് ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് സ്പേസിൽ ഇനി നമ്മൾ ഇതിന് ചുറ്റും സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെയിൻ 1, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സ്പേസിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചു. ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ മുകളിലും സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഹാൻഡിലിന് വേണ്ടിയുള്ള ലൂപ്പ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതിൽ മുകളിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് അറ്റാച്ച് ചെയ്യാൻ. കാരണം ഇതിങ്ങനെ മുകളിലേക്കാണ് വരേണ്ടത്. അതും ചെയിനും കൂടി കൂട്ടിയിട്ട് സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. നമ്മളിവിടെ 5 ചെയിൻസ് ആണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ 5 സിംഗിൾ ക്രോഷ്യേസ്. അപ്പോൾ നമ്മുടെ ഹാൻഡിലിനുള്ള ലൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നോർമലി നമ്മുടെ ഈ സൈഡിൽ വർക്ക് ചെയ്ത് പോവാം. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഒരു സ്റ്റിച്ച് പോലും മിസ് ആവാതെ ശ്രദ്ധിക്കാം. അടുത്ത സൈഡിൻ്റെ എൻഡിലെത്തി. ഇവിടെ നമ്മൾ നമ്മുടെ ഹാൻഡിലിനുള്ള
ലൂപ്പിൻസ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇവിടെ 5 സിംഗിൾ ക്രോഷ്യ. ഇത് സ്റ്റാർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ഒരു റൗണ്ട് സിംഗിൾ ക്രോഷ്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയിൻ 1 ചെയ്ത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് എൻഡിൽ, ഈ ഒരു സൈഡിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഈ ചെയിൻ സ്പേസസിൽ കൂടെ സിംഗിൾ ക്രോഷ്യേസ് വർക്ക് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്ത 5 സിംഗിൾ ക്രോഷ്യയിലും സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നമ്മളിപ്പോൾ സെക്കൻഡ് റോയുടെ എൻഡിലെത്താറായിട്ടുണ്ട്. നമ്മൾ ഹാൻഡിലിൻ്റെ അത് അറ്റാച്ച് ചെയ്ത ആ സ്പേസിലും 5 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്ന റൗണ്ട് ആയിരിക്കും നമ്മുടെ റിപ്പീറ്റേഷൻ റൗണ്ട്. നമ്മുടെ പേഴ്സിന് നമുക്ക് എത്ര ലെങ്ത് വേണോ അതുവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റോ ആയിരിക്കും. ചെയിൻ 1 ചെയ്ത് ആ സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഫസ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു. അടുത്തത് നമ്മൾ ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്ട് തൊട്ട് മുന്നേ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്ത് ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇപ്പോൾ ലോങ് സിംഗിൾ ക്രോഷ്യ ആയിട്ട് വരും. അപ്പോൾ ഒന്ന് ഷോർട്ട് സിംഗിൾ ക്രോഷ്യ, നോർമൽ സിംഗിൾ ക്രോഷ്യ. തൊട്ടടുത്തത് നമ്മൾ താഴെ പോയിട്ടാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിലാണ് സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് വിട്ട് അടുത്ത സ്റ്റിച്ചിൽ താഴെ സിംഗിൾ ക്രോഷ്യ. ഒന്നരാടം സ്റ്റിച്ച് നമ്മൾ താഴെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ലോങ് സിംഗിൾ ക്രോഷ്യ, അതായത് പ്രീവിയസ് റൗണ്ടിലെ സിംഗിൾ ക്രോഷ്യയിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ബക്കിൾ സ്പേസിലും സെയിം അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയിൻ 1 ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ലോങ് സ്റ്റിച്ചാണ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ സിംഗിൾ ക്രോഷ്യ ഓൾട്ടർനേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എത്ര വരെ ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് ചെയ്ത് കൊടുത്ത് ലോങ്ങും, ലോങ് ചെയ്ത് കൊടുത്ത് ഷോർട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത്, അതായത് നമ്മൾ തൊട്ട് മുന്നേ എന്താണോ വർക്ക് ചെയ്തത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാം.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു പേഴ്സാക്കി ഫിനിഷ് ഓഫ് ചെയ്യുന്നത്. എനിക്ക് ആവശ്യത്തിനുള്ള സൈസ് ആയിട്ടുണ്ട് പേഴ്സിന്. ഇനി നമ്മൾ ഈ പേഴ്സിന് ഒന്ന് ജോയിൻ ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്യാനാണ് പോകുന്നത്. അതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത രണ്ട് സൈഡും ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ രണ്ട് സൈഡ്സും ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് ലൂപ്പിൽ, അതായത് നമ്മുടെ വർക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ബാക്ക് ലൂപ്സ് കാണുമ്പോൾ, അപ്പോൾ രണ്ട് സ്റ്റിച്ചിൻ്റെയും ബാക്ക് ലൂപ്സിലൂടെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓരോ സ്റ്റിച്ചിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് ഓരോ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്റ്റിച്ച് പോലും സ്കിപ്പ് ചെയ്യരുത്. ഈ രീതിയിൽ നമുക്ക് എൻഡ് വരെ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ എൻഡിൽ എത്താറായിട്ടുണ്ട്. ലാസ്റ്റ് രണ്ട് സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ പേഴ്സ് നല്ല ഒട്ടും ഗ്യാപ്പില്ലാണ്ട് യൂസ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഈ ചെയ്തേക്കുന്ന സ്റ്റിച്ച് ഒട്ടും തന്നെ ഗ്യാപ്പുകളില്ലാത്ത സ്റ്റിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.